ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. വഴുതക്കാട് പോലീസ് ബാരിക്കേഡ് വെച്ച് ആ മാർച്ച് തടഞ്ഞു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. തിരുവനന്തപുരത്തെ തൈക്കാട് നിന്നുള്ള പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ പലയിടങ്ങളിലായി ഉണ്ടാകുന്നുണ്ട്. കാരണം അത് ഏറ്റവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2 മാസം മുമ്പ് നടന്ന തീപിടുത്തത്തിൽ വേണ്ട വിധത്തിൽ ആ കാഷ്വാലിറ്റി ഒരുക്കുന്നതിലടക്കമുണ്ടായ വീഴ്ചയൊക്കെ വലിയ സജീവ ചർച്ചയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ വാർത്തകൾ മുന്നോട്ട് വെച്ചതാണ്. അപ്പോൾ ഏതൊക്കെ മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ വളരെ ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടുത്തെ രോഗികൾക്ക് അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുവെന്നത് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ പോസിറ്റീവായ മാറ്റങ്ങൾ, ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരു മരണം സംഭവിക്കുന്നതും. ആ മരണം സംഭവിക്കുന്ന വേളയിൽ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നേട്ടത്തിൻ്റെ പട്ടിക ഫേസ്ബുക്കിലൂടെ പുറത്തുവിടാൻ മന്ത്രിമാർ കാണിക്കുന്ന ഒരു ജാഗ്രതയും തിടുക്കവും കാണുമ്പോഴാണ് എന്താണ് നമ്മുടെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സംഭവിക്കുന്നത്. ഒരു വലിയ ദുരന്തമോ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടമാകുമ്പോൾ ഇത് ഞങ്ങളുടെ പിഴവല്ല, ഞങ്ങളെല്ലാം മികച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന വെപ്രാളമോർത്ത് ഈ സമൂഹത്തിന് കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും ഈ വിഷയത്തിൽ പറയാനില്ലത്. രാഷ്ട്രീയത്തിനപ്പുറമുള്ള വിഷയമാണ്, മനുഷ്യത്വത്തിൻ്റെ വിഷയമാണ്. ബി.ജെ.പി. പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ച് ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് പിരിച്ചുവിടുകയാണ്. കാര്യമായ സംഘർഷം ഇല്ല. ബാരിക്കേഡിന് ചുറ്റും ഇപ്പോൾ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതല്ലാതെ ലാത്തിച്ചാർജിലേക്ക് പോകേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ഈ പ്രതിഷേധം. നേരത്തെ കൊല്ലത്തും പത്തനംതിട്ടയിലും പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടു. കേരളമാകെ ഈ വിഷയത്തിൽ പ്രതിഷേധമുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. അവർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. ബാരിക്കേഡ് മറികടന്ന് അപ്പുറം എത്തിയാൽ പോലീസ് ലാത്തിചാർജിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. വനിതാ പ്രവർത്തകരടക്കം ബാരിക്കേഡിന് മുകളിൽ വലിഞ്ഞു കയറുന്നുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ കാണുന്നത് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ, തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് ഈ പ്രതിഷേധം. ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. സമീപകാല സംഭവങ്ങളെല്ലാം അതിനുദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്യുന്നു. അതേസമയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രശ്നങ്ങളില്ല. ഇതെല്ലാം കെട്ടിച്ചമയ്ക്കുന്ന അല്ലെങ്കിൽ ഊതിവീർപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി പലപ്പോഴും നടക്കുന്നുണ്ട് എന്നത് ഖേദകരമായ വസ്തുതയാണ്. നിലവിൽ വലിയ തോതിലുള്ള പ്രതിഷേധം മന്ത്രിക്കെതിരെ, ആരോഗ്യ സംവിധാനങ്ങൾക്കെതിരെ ഉയരുന്നു. ഇതെല്ലാം പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരായ മനുഷ്യരുടെ കാര്യമാണ്. അവർക്ക് നല്ല സേവനം ഉറപ്പിക്കുക, അവർക്ക് വളരെ സുരക്ഷിതമായി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം നമ്മുടെ ആശുപത്രികൾ ഒരുക്കുക എന്നത് മാത്രമാണ് ഈ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ സജീവ ചർച്ചയിൽ നിർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടെ നമ്മുടെ അടുത്തൊരു സർക്കാർ ആശുപത്രി പോയാൽ അവിടെ ഉചിതമായ സേവനം നമുക്ക് ലഭിക്കും, ചികിത്സ ലഭിക്കും, അവിടെ സംവിധാനങ്ങളുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടെ നമുക്ക് പോകാൻ തോന്നിക്കുന്ന നിലയിലേക്ക് ഈ ആരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്തുക, വളർത്തുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യങ്ങൾ പാളിപ്പോകുന്നത് അല്ലെങ്കിൽ പാളിപ്പോകുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ് അതിൽ ഏറ്റവും വലിയ കുറ്റമായി തെളിഞ്ഞു നിൽക്കുന്നത്.